ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് എൽഡിൻ ആൻഡ് നീനു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഈവനിങ് വ്ളോഗ്, ട്രാവലിംഗ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ വളഞ്ചരങ്ങര വരെ പോവാണ്. അപ്പോൾ ഓൺ ദ വേ ഉള്ള വിശേഷങ്ങൾ വഴി. അപ്പോൾ ഇതേ എള്ളിൻ്റെ വെള്ളം ഒഴിക്കുക കേട്ടോ. നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ എള്ളിൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ നട്ടുപിടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഒരു ഫ്രണ്ട് ചോദിച്ചു, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഓണത്തിൻ്റെ നമ്മളൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിൽ സിയാൻ എന്തിൻ്റെ അകത്തായിരുന്നു ഇട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ മേക്കപ്പ് ഇടുന്ന സമയത്ത് കേട്ടോ. അപ്പം സംഭവം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പ്ലേ പെൻ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിയാൻ ആദ്യ സമയത്തൊന്നും എൻ്റെ തോളത്തിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 2-3 തവണ യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. കാരണം വെള്ളം കുടിക്കാനും ഒന്നിനും ആൾ സമ്മതിക്കില്ല, തോളത്തിൽ നിന്ന് ഇറങ്ങാത്ത കാരണം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ ഒരു സംഭവം മേടിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം എൻ്റെ ബ്രദറ് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുഞ്ഞിന് വേണ്ടി മേടിച്ചു. പക്ഷെ അവർ മേടിച്ചത് ഒരു ക്രാഡിൽ ടൈപ്പാണ് കേട്ടോ. തൊട്ടിൽ പോലെ തന്നെ ഉള്ള ഷേപ്പാണ്, ഒരു റെക്റ്റാങ്കിൾ മോഡലാണ് അവർ മേടിച്ചത് കേട്ടോ. അപ്പോൾ അതിന് അറൗണ്ട് എന്തോ 5000 എന്തോ കണ്ട് വന്നു. അപ്പോൾ ഞാൻ കരുതി എന്തിനാണ് അത്രയും സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ കരുതി. കാരണം അതിൻ്റെ അടിയിലും ക്ലോത്ത് വരുന്നത് ഇതേ ഈ മോഡൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു മോഡലാണ് വരുന്നത്. കുറച്ച് കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അതേപോലെ തന്നെ താഴെ വരുന്ന ഒരിങ്ങനെ ഇതേ ഫുൾ കവർ ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, നമ്മുടെ പഴയ ബെഡ്ഷീറ്റ് ആദ്യം ഇവിടെ ഇട്ട് ഫുള്ളൊന്ന് കവർ ചെയ്തതിന് ശേഷം ഈ മാറ്റും കൂടി ഇട്ടു. ഇത് നമ്മുടെ സ്പോഞ്ചിൻ്റെ മാറ്റാണ് കേട്ടോ. സ്പോഞ്ചിൻ്റെ മാറ്റാണ്. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ ഒന്ന് സെക്യൂർ ആകും. അതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ടോയ്സ് ഇട്ടു. ആദ്യം ഞാൻ ബോളാണ് ഇട്ടത്. അപ്പോൾ അതതിനെല്ലാം പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സോഫ്റ്റ് ടോയ്സും കൂടി ഞാൻ മേടിച്ചു ഇട്ടു. കാരണം ഇവന് എങ്ങാനും കൈവിട്ട് വീണ് കഴിഞ്ഞാൽ അതിന് മേത്തോട്ട് വീണോട്ടെ, ആ ടോയ്സിന് മേത്തോട്ട് വീണോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത് കേട്ടോ. പിന്നെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, നമ്മുടെ സ്കൈ ബ്ലൂ ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ റേഞ്ച് വരുന്നത്, പ്രൈസ് റേഞ്ച് ഉള്ളത് നമ്മുടെ നേവി ബ്ലൂക്കാണ്. 2000 പ്ലസ് എന്തോ കണ്ട് വരും. അതിൻ്റെ 2200 എന്തോ കണ്ടായിരുന്നു ഞാൻ മേടിക്കുന്ന സമയത്ത്. നോക്കിയപ്പോൾ, നെറ്റിൽ നോക്കിയപ്പോൾ. അപ്പോൾ ഇതിന് എനിക്ക് വന്നത്, ഈ റെഡ് കളറിന് വന്നത് 1800 ആട്ടോ വന്നത്. അപ്പോൾ അതിന് ബോളും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ബ്ലൂ കളറിന് ബോളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ എന്താണെന്ന് നേവി ബ്ലൂ ആണ്. അപ്പോൾ നേവി ബ്ലൂ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ക്ലിയർ ആയിട്ട് അറിയും. പിന്നെ നേവി ബ്ലൂ മേടിക്കാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല. എൻ്റെ നമുക്ക് ക്യാഷിനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഈ സാധനം. കാരണം കുഞ്ഞിനെ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ആളെ ഇവിടെ ഇട്ടിട്ട് ആളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളും. അതിൻ്റെ അകത്ത് തന്നെ കുറേ ടൈം അതിൻ്റെ അകത്ത് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് റൂമിൽ ടി വിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ടി വിയിലെ പരസ്യമൊക്കെ വെച്ചിട്ട് ആളത് കണ്ടുകൊണ്ടിരുന്നോളൂ കേട്ടോ.
പരസ്യമാണ് അവന് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇതിന് ഒരു ഇതിൽ സിബായിട്ടാണ്, സിബ് മോഡലാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ വരുന്നത്. കാരണം പിള്ളേരെങ്ങാനും ഈ സൈഡിൽ ഇരിക്കാനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സിബ് എങ്ങാനും കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പോവും. കണ്ടോ, ഇങ്ങനെ 4 നിരയായിട്ടാണ് കേട്ടോ. ഇവിടെ നിന്നൊരു സിബ്, 3 ഇതായിട്ടാണ്. ഇവിടെ ഒരു സിബ്, ഇവിടെ ഒരെണ്ണം, മേളിൽ ഒരെണ്ണം, ഇങ്ങനെ തുറന്ന്. അപ്പോൾ അവരൊരു വിൻഡോ പോലെ ഒരു ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്കത് സേഫായിട്ട് തോന്നിയില്ല. കാര്യം കുഞ്ഞുങ്ങളെങ്ങാനും അറിയാണ്ട് അതിൻ്റെ അകത്ത് ചാരി നിൽക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വീണ് പോകും. അതാണ് ഇതിന് മെയിൻ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് ഇത് നല്ലതാണ്. ഇതിൻ്റെ നെറ്റാണെങ്കിലും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ, നെറ്റ് നല്ല ക്വാളിറ്റിയുള്ള നെറ്റ്, അങ്ങനെയൊന്നും കീറി പോകത്തില്ല. സിയാൻ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ കടിച്ച് കാണും, പക്ഷേ അത് ഇതുവരെ കീറിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കും കേട്ടോ, കാരണം നമുക്ക് മേടിച്ചിട്ട് അപ്പം തന്നെ നശിപ്പിച്ച് കളയാനല്ലല്ലോ. ചിലവർ പറയും ആ പിള്ളേരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ ഞാൻ അതിന് എല്ലാം ചെയ്യാറില്ല. കാരണം ഇത് മേടിക്കാൻ നമ്മൾ പാടുപെടുന്ന പോലെ തന്നെ കഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവൻ്റെ പ്ലേ പെന്ന്. ഷിയാനോ, എന്ത് പറ്റി? ഇറങ്ങാൻ പറ്റുന്നില്ലേ? ഇറങ്ങിക്കോ, ഭയങ്കര കഴിവല്ലേ? എന്തിനാ കൊഞ്ചുന്നേ ഷിയാൻ? എന്തിനാ കൊഞ്ചുന്നേ? ഇറങ്ങിക്കോന്നേ. കടലയിൽ എത്തിയതല്ലേ? എന്തിനാ ഇറങ്ങാൻ പോയേ? പിടിച്ചിറങ്ങിക്കോ. എനിക്ക് ഹെൽപ്പ് ചെയ്യാം, എനിക്ക് ഇച്ചിരി ഹെൽപ്പ് ചെയ്യാം. ഇത്ര പേടിയുള്ള ആൾ എന്തിനാ ഇറങ്ങാൻ പോണേ? അതവിടെ തന്നെ നിന്നോ. അയ്യടാ, പൊക്കോ. പോവാണോ സിയാൻ പോവാണോ? പപ്പി എന്തേ സിയാനെ? പപ്പി എന്തേ? പപ്പിയുടെ അവിടെയാണോ പപ്പി? അവിടെ അല്ല പപ്പി. ഇങ്ങി വാ. പപ്പി എന്തേ? അപ്പോൾ ഇതേ നമ്മൾ പശുവിനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആൾ ഗർഭിണിയായിരുന്നു. അപ്പോൾ മുന്നോട്ട് അമ്മയ്ക്ക് പശുവിനെ നോക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ സിയാനെ പിടിച്ചേക്കണേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അമ്മ എവിടെയെന്നൊരു ചോദ്യം കാണും. അമ്മയ്ക്ക് സങ്കടമായതുകൊണ്ട് അവൻ മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഇനി നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് നമുക്കിതിനൊന്നും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതേ ഞങ്ങൾ വളയഞ്ചെറുകര വരെ പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. സിയാൻ്റെ പാൽപ്പൊടി, മെയിനായിട്ട് സിയാൻ്റെ പാൽപ്പൊടി മേടിക്കാനായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിയാൻ ഇന്ന് നോക്കുവാണ്. എന്നാ സംഭവം അല്ലേ? ആരാടാ? ഓക്കെ, അപ്പോൾ ഓൺ ദ വേ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വർഷം നമുക്കങ്ങനെ ഓണം ഭയങ്കര സെലിബ്രേഷനൊന്നും ഇല്ല. കാരണം എൽഡിൻ്റെ പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 1 year ആവുന്നേ ഉള്ളൂ കേട്ടോ. നവംബറിനായിരുന്നു മരിച്ചത്. അപ്പോൾ വലിയ സെലിബ്രേഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് പായസം മേടിക്കാമെന്ന് വെച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ ചെറിയൊരു സദ്യ, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അന്ന് ഇവൻ ഫസ്റ്റ് ഉണ്ടായ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് കൊറോണയും കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. ക്രിസ്മസ് ആയ ടൈമിലായിരുന്നു പപ്പ മരിച്ചു, നവംബറിൽ മരിച്ചു. കാരണം ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ, സെലിബ്രേഷൻ എന്ന് പോലും പറയുന്നില്ല കേട്ടോ, ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് ഓണം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാം. ഞാൻ ചെയ്യാൻ്റെ കലാപരിപാടിയൊക്കെ തുടങ്ങി. എന്താ പറയാനല്ലേ? എന്നെ പറയാനല്ലേ? അയ്യോ ഞാനിപ്പോൾ വീണ്ടും പോവും അല്ലേ ഷിയാൻകുട്ടാ? സഹായിക്കാം, ഹെൽപ്പ് ചെയ്യാം. വാ, എന്നൊക്കെ
ആൾക്ക് കാഴ്ച കാണലാണ് സ്ഥിരം പരിപാടി. പിന്നെ സ്റ്റിയറിംഗ് ഇന്നിപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. എന്നാ ചെയ്യാനേ ഇല്ല എന്നാ പറയാനുള്ള സിയാന, എന്നാ പറയാനുള്ളേ? ഞങ്ങൾക്കപ്പോ കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു അല്ലേ? ആ ചെറിയ പനിയായിരുന്നു അല്ലേ? യാ യാ ചെറിയ പനിയായിരുന്നില്ലേ? എൽഡൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സിയാൻ്റെ പഴയ പരിപാടി തുടങ്ങിയേക്കാണ്. പപ്പേന്തേ പാപ്പാന്ന് വിളിച്ചേ, പാപ്പാന്ന് വിളിച്ചേ. സ്ക്രീൻ ഗാർഡ് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മോശമായിട്ട് കിടക്കുമായിരുന്നു എൻ്റെ പഴയ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ്. അപ്പോൾ മാറ്റി. സിയാൻ്റെ കളിയിലായി കേട്ടോ. പപ്പേന്തേ ഇപ്പോൾ എൽഡിയും വരുന്നുണ്ട്. എല്ലാം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. പാപ്പ എന്തേ? പാപ്പ പാപ്പ അപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പനിക്കാൻ തുടങ്ങി. തീരെ വയ്യാതായിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു, ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.